കാര്യങ്ങൾ 1.5 മാസം മുമ്പ് ചെയ്യുകയാണ്. ആത്യന്തികമായിട്ട് പരിഹരിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ ചില ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലോടുകൂടി ബൃഹത് പദ്ധതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ആത്യന്തികമായിട്ട് പ്രശ്നം പരിഹരിക്കൂ. നമ്മൾ എത്രയോ കൊല്ലം കൊണ്ട് എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എത്രയോ ഉദ്യോഗസ്ഥരുടെ എനർജി ചെലവഴിച്ച് സ്ഥിരമായിട്ട് ആമേഴഞ്ചന്തോട് പാർവതി പുത്തനാരെന്ന് പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്നു. ഇതുവരെ പരിഹരിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതിന് വളരെ ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആത്യന്തികമായി പ്രശ്നം പരിഹരിക്കണം എന്ന തരത്തിലുള്ള ഇടപെടലുകൾ വേണം. കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള തോടുകളല്ല, അതിൽ ഒരു നവീകരണ പ്രവർത്തനവും നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിന് മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും ഉടമസ്ഥയിലുള്ള തോടുകളാണ്. അതിന് മുകളിൽ സ്ലാബ് ഇടാനോ ഇതൊന്നും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രിമാരോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഇരുന്ന് പദ്ധതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ. വെള്ളം ഒഴുകി പോകാത്തതല്ല, പക്ഷേ ഈ ഓടകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം അടക്കം ജീവനക്കാർ കൈകൊണ്ട് വാരി പുറത്തേക്ക് ഇടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് കർശന നടപടികൾ സ്വീകരിക്കും. കാരണം എല്ലാ ഉദ്യോഗസ്ഥർക്കും മതിയായ സൗകര്യങ്ങളും മതിയായ കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ പർച്ചേസ് കമ്മിറ്റി ഇരുന്ന് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് ഉപകരണങ്ങളൊക്കെ തന്നെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ചിലർ ആരെങ്കിലും അത് ഉപയോഗിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് ഇവിടുന്ന് മാധ്യമങ്ങൾ പറഞ്ഞ് വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് ചെയർമാൻ സ്റ്റേജിലുണ്ടായിരുന്നു. ഞങ്ങൾ പരിപാടി പങ്കെടുക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പോൾ തന്നെ ഇടപെടാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ആരെങ്കിലും അക്കാര്യങ്ങൾ വീഴ്ച കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കും, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്തായാലും വളരെ വലിയൊരു ഇടപെടൽ മുൻപ് നമ്മുടെ തിരുവനന്തപുരത്ത് നടത്തിയ ശുചീകരണ പരിപാടികളുണ്ട്. അതുപോലുള്ള വളരെ ബൃഹത്തായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ, ഓപ്പറേഷൻ അനന്ത പോലുള്ള ബൃഹത്തായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ, അന്നൊക്കെ കുറേ പരിഹരിച്ചിട്ടുണ്ട്, ചെയ്താൽ മാത്രമേ പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കൂ. ഇനിയിപ്പോൾ കാലവർഷം വരെയാണ്, ഇത് വേനൽ മഴയാണ്. അപ്പോൾ ഇനിയും നമുക്ക് കാലവർഷം വരുമല്ലോ, സ്വാഭാവികം. നമ്മൾ ഇതുവരെ തടഞ്ഞു. പക്ഷേ അപ്പോഴേ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പോലെ നേരത്തെ 1.5 മാസം കൊണ്ട് മുമ്പേ തുടങ്ങി. എല്ലാ വാർഡുകളിലും, ഇവിടെ മാത്രമല്ലല്ലോ, 101 വാർഡുണ്ടല്ലോ, 101 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം 1.5 മാസം മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഇവിടുത്തെ തമ്പാനൂർ പഴവങ്ങാടിയിലൊക്കെ പ്രശ്നം ഇന്നോ ഇന്നലെ പെട്ടെന്നുണ്ടായ പ്രശ്നമല്ല. അത് പരിഹരിക്കണമെങ്കിൽ ഈ മെക്കാനിസം പോരാ. കോർപ്പറേഷൻ്റെ ഒരു മെക്കാനിസം മാത്രമൊന്നും വെച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അത് വളരെ വലിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ആലോചിച്ച് ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നമുക്ക് പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കും. ഈ പ്രശ്നം ഇപ്പോഴത്തെ ഒരു ഇടപെടൽ കൊണ്ട് ആത്യന്തികമായി പരിഹരിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് തന്നെ ആദ്യം കണ്ട മാത്രയിൽ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞത്. അവർ ഇടപെടാമെന്ന് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ സാധിക്കും നമുക്ക്. ഞങ്ങൾ പറഞ്ഞ ഓപ്പറേഷൻ അനന്തയ്ക്ക് ഒരു 2ാം ഘട്ടമൊക്കെ എത്തുമ്പോൾ അനധികൃത കെട്ടിടങ്ങളുടെ നിർമ്മാണ ഭാഗമായിട്ട് അതൊക്കെ നിലയ്ക്കുകയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ പുനരുജ്ജീവിക്കും? അല്ല, അത് ആ ഘടകങ്ങളാണ് ആലോചിക്കേണ്ടത്. ഞാൻ അത് പുനരുജ്ജീവിപ്പിക്കണം എന്ന് മാത്രമല്ല, അതുപോലുള്ള പദ്ധതികൾ എന്തായാലും നമ്മുടെ പ്രശ്നം പരിഹരിച്ചല്ലേ ഒക്കുള്ളൂ. പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ ഇടപെടലോടുകൂടി ആവിഷ്കരിച്ച് നമുക്ക് തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് എന്നേക്കും അവസാനിക്കും. അത് ഞങ്ങളുടെ സ്ലോഗനിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ 4-4.5 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 101 വാർഡിലും കോർപ്പറേഷൻ ഉടമസ്ഥകളുടെ എല്ലാ ഓടകളും വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ വരുന്നത് കോർപ്പറേഷൻ ഉടമസ്ഥകളുടെ ഓടകളിൽ നിന്നല്ല. ഞങ്ങളതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല, മറിച്ച് വസ്തുത മനസ്സിലാക്കണം. കോർപ്പറേഷൻ്റെ ഉടമസ്ഥയുള്ള എല്ലാ ഓടകളും ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള മണ്ണ് അവിടെ നിന്ന് അപ്പം തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇപ്പം മഴ വന്നപ്പോഴാണല്ലോ ഇത്രത്തോളം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടെന്നും കൂടെ കൂടുതൽ വ്യക്തമാകുന്നത്. ആ ഘട്ടത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഇടപെടലുകൾ ഞങ്ങൾ തേടുന്നുണ്ട്. ഓക്കെ.